ഹലോ. ആദ്യം ഗണപതി സ്തുതി. ശ്രീഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നേ ഞാൻ ഗണനാഥ. ശ്രീഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നേ ഞാൻ ഗണനാഥ. എത്ര നാളിത ത്വൽപാദ സന്നിധൗ എത്തിടാനായി നിത്യം ഭജിക്കുന്നേൻ അത്തലാകവേ ഭക്തപരായണ കേൾക്കവേണം. എത്ര നാളിത ത്വൽപാദ സന്നിധൗ എത്തിടാനായി നിത്യം ഭജിക്കുന്നേൻ അത്തലാകവേ ഭക്തപരായണ കേൾക്കവേണം. ശ്രീഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നേ ഞാൻ ഗണനാഥ. വെള്ളിമാമല തന്നിൽ വിളങ്ങുന്ന ശങ്കരാത്മജ നീയേ ഗജാനന എള്ളോളം കൃപ നൽകേണമേ എന്നിൽ ഗണനാഥ. വെള്ളിമാമല തന്നിൽ വിളങ്ങുന്ന ശങ്കരാത്മജ നീയേ ഗജാനന എള്ളോളം കൃപ നൽകേണമേ എന്നിൽ ഗണനാഥ. ശ്രീഗണാധിപനാഥ ജയ ജയ ആശ്രയം മമ നീയേ ഗജാനന പാർത്തു നിൻ പദതാരിൽ തൊഴുന്നേ ഞാൻ ഗണനാഥ. അടുത്തത് സരസ്വതി സ്തുതി. ഭാരതിയേ നിഖില വിബുധ വന്ദേ ഭഗവതി ഭാരതിയേ നിഖില വിബുധ വന്ദേ ഭഗവതി ഭാരതിയേ. ഏതുമറിവില്ലാതെ ഞാനീ കഥയിതു കൃപയാസ്പദമായി. ഏതുമറിവില്ലാതെ ഞാനീ കഥയിതു തവ കൃപയാസ്പദമായി. ഓതിടുന്നതിനു മംഗലരൂപേ തരികമേ സദുപദേശമതീവം. ഓതിടുന്നതിനു മംഗലരൂപേ
തരികമേ സതുപദേശമതീവം ഭാരതിയേ. ചിൽപ്പുമാൻ പണിതൽപമേറിയനൽപസുഖമരുന്ന പോൽ, ചിൽപ്പുമാൻ പണിതൽപമേറിയനൽപസുഖമരുന്ന പോൽ, എപ്പോഴും മമനാവിലങ്ങനെ വന്നെനിക്കു തുണയ്ക്കുകിൽ, എപ്പോഴും മമനാവിലങ്ങനെ വന്നെനിക്കു തുണയ്ക്കുകിൽ, ഭാരതിയേ. സ്വൽപ്പമല്ല നമോകനന്ദനും ഒപ്പമല്ല പിണങ്ങിയാൽ, സ്വൽപ്പമല്ല നമോകനന്ദനും ഒപ്പമല്ല കൂട്ടമതിന്നു കനിവരുടേണമേ, കെൽപ്പുനാവിനെനിക്കു കൂട്ടമതിന്നു കനിവരുളേണമേ, ഭാരതിയേ. നിഖില വിബുധവന്ദേ ഭഗവതി ഭാരതിയേ, നിഖില വിബുധവന്ദേ ഭഗവതി ഭാരതിയേ. അടുത്തത് ഒരു കൃഷ്ണസ്തുതിയാണ്. നന്ദനന്ദനൻ ഗോവിന്ദൻ എന്ന് തുടങ്ങുന്നു. കേരളത്തിലുടനീളം വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ പൂതനാമോക്ഷവും പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥസാരഥിയായി വന്നിട്ടുള്ള കൃഷ്ണന്റെ രൂപവും, അത് രണ്ട് കൃഷ്ണലീലയിലെ ആ രണ്ട് ഭാഗങ്ങളാണ് അതിൽ ആ പാട്ടിൽ വർണ്ണിച്ചിട്ടുള്ളത്. നന്ദനന്ദനൻ ഗോവിന്ദൻ. നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ, നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ, എന്നുടെ മാനസം തന്നിൽ വന്നുദിക്കണം, എന്നുടെ മാനസം തന്നിൽ വന്നുദിക്കണം, പന്നകശയന നാരവിന്ദലോചനൻ മുകുന്ദൻ, പന്നകശയന നാരവിന്ദലോചനൻ മുകുന്ദൻ, നന്ദിയോടെ ഗുരുവായൂർ മന്ദിരെ വീളങ്ങുന്നോരു, നന്ദിയോടെ ഗുരുവായൂർ മന്ദിരെ വീളങ്ങുന്നോരു, പോതകന്മാരെ വധിപ്പാൻ ചേതസി ചിന്തിച്ചുകൊണ്ട്, 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 പോതകന്മാരെ വധിപ്പാൻ ചേതസി ചിന്തിച്ചുകൊണ്ട്,
പാതകിയായി നടക്കുന്ന പൂതനാഥൻ്റെ പാതകിയായി നടക്കുന്ന പൂതനാഥൻ്റെ വിദശങ്കം മുലയുണ്ടു ജാതമോദം കുല ചെയ്യുവാൻ വിദശങ്കം മുലയുണ്ടു ജാതമോദം കുല ചെയ്യുവാൻ സ്മിതമാമാടം തന്നിൽ പൈതലായി കിടന്നോരു സ്മിതമാർഗീടം തന്നിൽ പൈതലായി കിടന്നോരു ധൂർത്തരായി നടക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ എല്ലാം 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 തീർത്തിടാനായി പാർത്ഥൻ തൻ്റെ തേർത്തടം തന്നിൽ തീർത്തിടാനായി പാർത്ഥൻ തൻ്റെ തേർത്തടം തന്നിൽ പാർത്ഥസാരഥിയായി രണ പാർത്തലത്തിൽ പരന്നോരു പാർത്ഥസാരഥിയായി രണ പാർത്തലത്തിൽ പരന്നോരു പാർത്ഥിവന്മാരെയോടു കീട്ടാർത്തിധാത്രി തീർത്തൊരു പാർത്ഥിവന്മാരെയോടു കീട്ടാർത്തിധാത്രി തീർത്തൊരു നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുദിക്കേണം. അടുത്തതൊരു കുമ്മിയാണ്. ഉത്തരാസ്വയംവരം ആട്ടക്കഥയിൽ നിന്നുള്ളതാണ് ഈ പദം. അതിൽ പാണ്ഡവന്മാരുടെ അജ്ഞാതവാസം കണ്ടുപിടിക്കാൻ വേണ്ടി ദുര്യോധനൻ അനേകം ദൂതന്മാരെ പല സ്ഥലത്തേക്കും അയച്ചിട്ടുണ്ട്. അതിലൊരു ദൂതൻ വന്ന് പറയുന്നു, വിരാട രാജ്യത്തെ കീചകൻ കൊല്ലപ്പെട്ടു എന്ന്. കീചകൻ അസുരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന്. ഉടനെ ഭീഷ്മർ രാജസദസ്സിൽ ദുര്യോധനോട് പറയുകയാണ്, സാരവേദിയായിട്ടുള്ള ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കൊന്നത് ഭീമസേനൻ തന്നെ ഉറപ്പാണ്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമസേനാണ് എന്ന് ഉറപ്പാണ്. കീചകനെ കൊല്ലാൻ വേറെ ആർക്കും സാധിക്കില്ല, അത്ര ശക്തിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അവർ പാണ്ഡവരുടെ അജ്ഞാതവാസം പൊളിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം പാഞ്ചാലിയാണ്. അതിൽ നിന്ന് പാഞ്ചാലി കാരണം ഇങ്ങനെ കീചകവധം നടന്നിട്ടുണ്ടെങ്കിൽ ആ കീചകന്റെ സ്വഭാവവും കൂടി അതിൽ വ്യഞ്ജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാരവേദിയായ നിന്റെ വാക്കു പാർത്തു കാൺകിലിന്നു, സാരവേദിയായ നിന്റെ വാക്കു പാർത്തു കാൺകിലിന്നു, ചേരുമിങ്ങതിന്നു തെല്ലുമില്ല സംശയം.
ചേരുമിന്നതിന്നു തെല്ലുമില്ല സംശയം. ഭീമബാഹുവീരനായ കീചകനെ കൊൽവതിന്നു ഭീമബാഹുവീരനായ കീചകനെ കൊൽവതിന്നു ഭീമസേനനെന്നിയെ മറ്റാരു ഭൂതലേ. ഭീമസേനനെന്നിയെ മറ്റാരു ഭൂതലേ. മത്തവാരണേന്ദ്ര കുംഭകൃത്തനം നിനക്കിലിന്നു മത്തവാരണേന്ദ്ര കുംഭകൃത്തനം നിനക്കിലിന്നു ശക്തനായ ഹരിവരനൊഴിഞ്ഞുകൂടുമോ. ശക്തനായ ഹരിവരനൊഴിഞ്ഞുകൂടുമോ. നാരിമൗലിയായിടുന്ന യാജ്ഞസേനി തന്നെയതിനു നാരിമൗലിയായിടുന്ന യാജ്ഞസേനി തന്നെയതിനു കാരണം ധരിച്ചുകൊള്ളുക നിപുണതരമതേ. കാരണം ധരിച്ചുകൊള്ളുക നിപുണതരമതേ. നീലക്കാർമുകിൽ വർണ്ണൻ എന്ന് തുടങ്ങുന്ന ആ നാടൻ പാട്ട് മുത്തശ്ശിമാർ കൈമാറി തന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കൃഷ്ണൻ്റെ പാട്ടാണ്. കൃഷ്ണനും രാധയും കൂടിയുള്ള സംഭാഷണമാണ് അതിൽ കാണുന്നത്. നീലക്കാർമുകിൽ വർണ്ണനൊരു നാൾ രാധ എന്നൊരു നാരിയുമായി. നീലക്കാർമുകിൽ വർണ്ണനൊരു നാൾ രാധ എന്നൊരു നാരിയുമായി. നീളെ നീളെ വനത്തിൽ നാടന്നും മേളമോടെ കളിച്ചു രസിച്ചും. നീളെ നീളെ വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും. പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമീറുത്തും. പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമീറുത്തും. എന്താണിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേതുമേളുതല്ലേ കണ്ണ. എന്താണിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേതുമേളുതല്ലേ കണ്ണ. എന്നാൽ നീ എൻ്റെ തോളിൽ കരേറുക എന്നും ചൊല്ലി നീലത്തോടണഞ്ഞു. എന്നാൽ നീ എൻ്റെ തോളിൽ കരേറുക എന്നും ചൊല്ലി നീലത്തോടണഞ്ഞു. തോളേൽ തപ്പി പിടിച്ചപ്പോൾ കണ്ടില്ല അയ്യയ്യോ ഇതു ചെയ്യൊല്ലേ കണ്ണ. തോളേൽ തപ്പി പിടിച്ചപ്പോൾ കണ്ടില്ല അയ്യയ്യോ ഇതു ചെയ്യൊല്ലേ കണ്ണ. കാട്ടിലൊന്നുണ്ടു മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്. കാട്ടിലൊന്നുണ്ടു മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്തു കരിമ്പുലിക്കൂട്ടം. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്തു കരിമ്പുലിക്കൂട്ടം. കണ്ടാൽ നമ്മെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഇതു ചെയ്യൊല്ലേ കണ്ണ. കണ്ടാൽ നമ്മെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഇതു ചെയ്യൊല്ലേ കണ്ണ. അവസാനം മംഗളമാണ്, ശിവസ്തുതിയാണ് മംഗളമായി അവതരിപ്പിക്കുന്നത്. രുദ്ര തീർത്ഥകരയിൽ ഇരുന്നു കൊണ്ട് ഒരു ശിവസ്തുതി അനിവാര്യമാണ്. വൈക്കത്തപ്പനെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. എരുക്കും കൊന്നയും ചൂടിയിട്ടിരിക്കുന്ന ഭഗവാനെ എനിക്കു വന്നഴലെല്ലാം പൊറുത്തിടേണം. ചുറ്റും ചുറ്റും മണ്ഡപത്തിൽ സ്തുതി ചെയ്യും പാരിൽ ജനം. കീർത്തി കേട്ട ക്ഷേത്രമുണ്ടോ പാരിലെങ്ങാനും. കൊമ്പു കുഴൽ താളം ചിന്നും പൂമാറിടും പള്ളി ശംഖ കുറയാതെ വാദ്യഘോഷം 18 തിരുമൈ തൊട്ടുണർത്തുമ്പോൾ തിരുവൈക്കത്തു വാഴുന്ന ശ്രീനീലകണ്ഠനെ ഞാൻ കൈവണങ്ങുന്നേൻ. തിരുമൈ
തിരുമൈ തൊട്ടുണർത്തുമ്പോൾ തിരുമൈക്കത്തു വാഴുന്ന ശ്രീനീലകണ്ഠനെ ഞാൻ കൈവാണങ്ങുന്നേ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇവിടെ ഒരു അരങ്ങ് തന്ന ക്ഷേത്രം ഭാരവാഹികളോടും ഉത്സവാഘോഷ കമ്മിറ്റികളോടും എല്ലാവരോടുമുള്ള കാണികളോടുമുള്ള കൃതജ്ഞത വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. വേദിയിൽ ഇതുവരെ തിരുവാതിരകളെ അവതരിപ്പിച്ചത് ഓമന ശ്രീ മൂകാംബിക അപ്പാർട്ട്മെന്റ് തൃശ്ശൂർ. അടുത്തതായി ബാവയാമി തിരുവാതിര സംഘം തിരുവാതിരകളെ അവതരിപ്പിക്കുന്നു.